ബിഗ് ബോസ് സീസൺ 6ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ കണ്ട സമയത്ത് തൊപ്പിയുടെ പേര് അതിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് സീസൺ 6ലേക്ക് തൊപ്പിയൊന്നും വരില്ല, ബിഗ് ബോസ് തൊപ്പിനെ വിളിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തൊപ്പി തന്നെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്, ബിഗ് ബോസ് എന്നെ വിളിച്ചു, ഞാൻ അവിടെ പോയിരുന്നു എന്ന്. കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. തൊപ്പിയെ മാത്രമല്ല, തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഫാസ്മിനെ സക്കീറിനെയും കൂടി നമ്മുടെ ബിഗ് ബോസ് ഓഡീഷൻ കോളിന് വേണ്ടി അല്ലെങ്കിൽ ഓഡീഷന് വേണ്ടി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊപ്പിയും ഫാസ്മിനെയും ബിഗ് ബോസിൽ ഉണ്ടാകുമോ എന്നുള്ള കുറേ ചർച്ച ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാടധികം വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ 50% ചാൻസേ ഉള്ളൂ. രണ്ടുപേരും ഓഡീഷൻ അറ്റൻഡ് ചെയ്തെങ്കിലും രണ്ടുപേർക്കും ബിഗ് ബോസ് കോൾ വന്നെങ്കിൽ, ബിഗ് ബോസിൻ്റെ കോൾ രണ്ടുപേർക്കും വന്നിട്ടുണ്ട്, നമ്മുടെ തൊപ്പിക്കും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാസ്മിനൊക്കെ വന്നിട്ടുണ്ട്. രണ്ടുപേരും ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ഓഡീഷന് ശേഷമാണ്. ഓഡീഷൻ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ സെക്ഷൻ വേറെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ചെക്ക് ചെയ്യുന്ന മറ്റൊരു സെക്ഷൻ കൂടി ഉണ്ടാവും. അങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂ പോകുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റിയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർവ്യൂ പോകുന്നത്. അപ്പോൾ തൊപ്പിയും ഫാസ്മിനെയും ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കോൾ വന്നവരും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരും ഒരിക്കലും ഈ ഒരു ന്യൂസ് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് കിട്ടാതെ അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറുന്ന സമയത്തല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ആരെയും അറിയിക്കരുത് എന്നുള്ള കാര്യം. പക്ഷേ തൊപ്പി അത് ലംഘിച്ചിരിക്കുകയാണ്. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് ഫാസ്മിനെയും തൊപ്പിയും കൂടി ഒന്നിച്ച് ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ഏകദേശം 20 ലക്ഷത്തോളം പേര് കണ്ട ആ ഒരു ഇൻ്റർവ്യൂവിൽ തൊപ്പി പറഞ്ഞു എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് തൊപ്പിയെ ബിഗ് ബോസ് സീസൺ 6ലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ തൊപ്പി 20 ലക്ഷത്തോളം പേര് കണ്ട ആ ഒരു വീഡിയോ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഫാസ്മിനെയും എന്നെയും വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തൊപ്പി പറഞ്ഞുപോയി. അതോടൊപ്പം തന്നെ തൊപ്പിയെ വിളിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ 6 കത്തിക്കാനാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ പരിപാടി. കാരണം സീസൺ 5 എന്താണ് ആളുകൾ ഏറ്റെടുത്തെങ്കിലും അത്രയേറെ നമ്മുടെ സീസൺ 4 ഉയർത്തിയ അത്ര TRP ഒന്നും ഉയർത്താനായിട്ട് സീസൺ 5ന് സാധിച്ചില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ബിഗ് ബോസ് ഇങ്ങനെ വലിയ ഒരു ബിസിനസ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ എൻഡമോൾ ഷൈൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കോപ്പറേറ്റീവ് കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ബിഗ് ബോസ് എന്നീ ഒരു പരിപാടി വമ്പൻ ഹിറ്റായിട്ട് തന്നെയാണ് മറ്റുള്ള ലാംഗ്വേജുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ സീസൺ 5 അത്ര നമ്മളെ എൻഡമോൾ ഷൈൻ മീഡിയ ഉദ്ദേശിച്ച അത്ര ഹിറ്റിലേക്ക് എത്തിയില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അഖിൽമാരാർ ഒരാളുള്ളത് കൊണ്ടാണ് ആ ഒരു സീസൺ അത്രയും കുറച്ചെങ്കിലും ഒരു എഗവോട് കൂടി മുന്നോട്ട് പോയത്. പക്ഷേ ബിഗ് ബോസ് സീസൺ 6 അങ്ങനെയല്ല. ഒരു ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സീസണായിട്ടാണ് ഇതിനെ പറയുന്നത്. ഒന്നിലധികം കോമണേഴ്സ് പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ 6ൽ കൊണ്ടുവരുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ സെറ്റും വരാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ആണ്. അതിൻ്റെ സെറ്റിൻ്റെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റൊക്കെ ഒരുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് മറ്റുള്ള സീസണുകളെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനകത്ത് ഇത് കത്തിക്കണമെങ്കിൽ, നല്ല പവർ ആക്കണമെങ്കിൽ അതിനൊത്ത ആൾക്കാർ വേണം. അപ്പോൾ തൊപ്പി അതിന് പറ്റിയ ആളാണെന്ന് തീർച്ചയായിട്ടും എൻഡമോൾ ഷൈൻ മീഡിയക്കും നമ്മുടെ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. അത് തന്നെ ആയിരിക്കും തൊപ്പിയെ വിളിച്ചത്. പക്ഷേ തൊപ്പി ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ ക്രൈറ്റീരിയയൊക്കെ തെറ്റിച്ചതുകൊണ്ട് ഇനി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. തൊപ്പി ഉണ്ടാവാതിരിക്കാം. എനിക്ക് പേഴ്സണലി തൊപ്പി വേണമെന്നാണ് ആഗ്രഹം. ബിഗ് ബോസിൽ കണ്ടൻറ്റ് നിറയണം. സീസൺ 6ൽ കണ്ടൻറ്റ് കൊണ്ട് പൊടി പൂരമായിരിക്കണം ബിഗ് ബോസ് സീസൺ 6. അതിന് തൊപ്പി വേണം. അപ്പോൾ തീർച്ചയായിട്ടും തൊപ്പി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തൊപ്പിക്കൊപ്പം തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഫാസ്മിനെയും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും പുതിയ അപ്ഡേറ്റുകളായിട്ട് വരും. പ്രഡിക്ഷൻ ലിസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരുടെ പേര് ശരിക്കും കേൾക്കുന്നുണ്ട്. കൺഫേംഡ് പറയുന്നില്ല, പ്രഡിക്ഷൻ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ കൺഫേംഡൊക്കെ ബിഗ് ബോസിന് അവിടെ എത്തുമ്പോൾ കൺഫേംഡ് അറിഞ്ഞാൽ മതി. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6ൻ്റെ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും വരാം. ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.